ബാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 24 വാർത്തയിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനായി സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ലോക്സഭയിൽ കെ സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്കാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകന്റെ മറുപടി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, 24 അന്വേഷണത്തിലൂടെ, ഓപ്പറേഷൻ സത്യയിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അത് കേന്ദ്ര സർക്കാരും ഗൗരവത്തോടുകൂടി കാണുന്നു എന്നല്ലേ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബൽറാം, റിജിത്ത്, തീർച്ചയായും ചാനൽ റേറ്റിംഗ്, ബാർക്ക് റേറ്റിംഗിൽ അട്ടിമറി നടത്തുന്നതിനായി കേരളത്തിലെ ഒരു ചാനൽ ഉടമയും ബാർക്ക് ജീവനക്കാരനും തമ്മിൽ നടത്തിയ ഇടപാട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതിൻ്റെ തെളിവുകൾ 24ന്റെ ഓപ്പറേഷൻ സത്യയിലൂടെയാണ് പുറത്തു വന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 24 വാർത്ത അത് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പാർലമെന്റിൽ, ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ അറിയിക്കുന്നത്. തുടർന്ന് ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഈ സംഭവത്തെക്കുറിച്ച് സംസ്ഥാന DGPയോട് ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്ത FIR, അതിൽ നടത്തിയ അന്വേഷണം സംബന്ധിച്ചുള്ള സമഗ്ര വിവരങ്ങൾ അറിയിക്കാനാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ മേഖലയുടെ സുതാര്യത, വിശ്വാസ്യത എന്നത് ഉറപ്പുവരുത്തുന്നതിനായുള്ള സൂക്ഷ്മമായ നിരീക്ഷണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭയിൽ MP-മാരായ കെ സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് ഇക്കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയം സംബന്ധിച്ച് ഗൗരവത്തോടെയാണ് സർക്കാർ ഇതിനെ കാണുന്നത് എന്നും ബാർക്ക് റേറ്റിംഗിൽ, അല്ലെങ്കിൽ ഈ മേഖലയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുമാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിരിക്കുന്നത്. ബൽറാം, ഒന്ന് പോലീസിന്റെ അന്വേഷണം, FIR ഇട്ടുകൊണ്ടുള്ള പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണെങ്കിൽ ഗൗരവത്തോടുകൂടി ഈ സാഹചര്യത്തെ, ഈ പുറത്തു വന്ന വിവരങ്ങളെ നോക്കിക്കാണുന്നുണ്ട്. അതിനൊപ്പം തന്നെ ബാർക്കും ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം ഇതിൽ നടത്തുന്നുണ്ടല്ലോ ബൽറാം. റിജിത്ത്, 24ന്റെ ഇത്തരത്തിൽ ഒരു ചാനലുടമയും ബാർക്ക് ജീവനക്കാരനും തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ 24 പുറത്തുവിട്ടതിന് പിന്നാലെ ബാർക്ക് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം, ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിൽ ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിഷയത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്റിങ്ങിന് ഉത്തരവിട്ടിരുന്നു. ഒരു സ്വതന്ത്രമായ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് ബാർക്ക് അറിയിച്ചിരുന്നു. ആ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കാര്യത്തിൽ രജിസ്റ്റർ ചെയ്ത FIR, അത് ഈ FIR-മായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിശദമായ വിവരങ്ങൾ എന്നിവ സമർപ്പിക്കാനാണ് സംസ്ഥാന DGPയോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ലോക്സഭയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.